السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 3/3/2017 വെള്ളിയാഴ്ചയിലെ UAE ഖുത്ബ വൃദ്ധജനങ്ങളെയും പ്രായം കൊണ്ട് മുതിർന്നവരെയും ബഹുമാനിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. മുഅ്മിനീങ്ങളെ, മനുഷ്യൻ ജീവിതയാത്രയിൽ കരുത്തിന്റെയും ദൗർബല്യത്തിന്റെയും വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ബലഹീനനായി ജനിച്ച് ആവേശനിർഭരമായ യുവത്വം കടന്ന് കർമ്മനിരതമായ മധ്യവയസ്സ് കഴിഞ്ഞ് വയസ്സ് കൂടുമ്പോൾ, പ്രായം അധികമാകുമ്പോൾ വീണ്ടും ബലഹീനത ബാധിച്ച് മനുഷ്യൻ ജീവിതം നയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യം ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫ്, ദുർബലാവസ്ഥയിൽ നിന്ന് നിങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ്. സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, പിന്നീട് ദുർബലാവസ്ഥയ്ക്കു ശേഷം ശക്തിയുണ്ടാക്കുകയും സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദുഅഫൻ വശൈബ, പിന്നീട് ശക്തിക്കു ശേഷം ശക്തിക്ഷയവും നരയുമുണ്ടാക്കുകയും ചെയ്തു അല്ലാഹു. യഖ്ലുഖു മാ യശാഉ വഹുവൽ അലീമുൽ ഖദീർ, താൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, സൂക്ഷ്മജ്ഞനും സർവശക്തനുമാണ് അല്ലാഹു എന്നും ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ വയസ്സു കൂടുമ്പോൾ, പ്രായം അധികമാവുമ്പോൾ അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങൾ അവനു ധാരാളമായി നൽകുകയാണ്. അവൻ നല്ലയാളുകളിൽപ്പെട്ടവനാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉന്നതനാരാണ്, ഉദാത്തനായവനാരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചു, മൻ ത്വാല ഉംറു, ദീർഘായുസ്സു ലഭിച്ചവനാണ്. വഹസുന അമലു, അതോടുകൂടെ അവന്റെ കർമ്മങ്ങൾ നന്നാവുകയും ചെയ്തു. ദീർഘായുസോടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് കാണാം, അൽ മുസ്ലിമു ലാ യസ്ദാദു ഫീ തൂലിൽ ഉംരി വൽ ബഖാഇ ഇല്ലാ കറാമത്തൻ ഇൻദല്ലാഹ്, വിശ്വാസിക്ക് ദീർഘായുസ്സുകൊണ്ട് അള്ളാഹുവിങ്കൽ ആദരവും ബഹുമാനവും വർദ്ധിക്കുകയാണ്. കാരണം അവന്റെ നരയ്ക്ക്, വാർദ്ധക്യത്തിന് വലിയ ശ്രേഷ്ഠത അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യശീബു ശൈബതൻ ഫിൽ ഇസ്ലാം, മുസ്ലിമായിരിക്കെ നരബാധിക്കുന്നവൻ, വാർദ്ധക്യത്തിലെത്തുന്നവൻ, ഇല്ലാ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ശരീരത്തിലെ ഓരോ നരച്ച മുടിയും അവന് അന്ത്യനാളിൽ പ്രകാശമാണ്, വെളിച്ചമാണ്. ഇതേ ഹദീസ് തന്നെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയാണ്, ഓരോ നരയ്ക്കും പകരമായി കതബല്ലാഹു ലഹു ബിഹാ ഹസന, അല്ലാഹു ഓരോ നരച്ച മുടിക്കും പകരം അവന് നന്മകൾ രേഖപ്പെടുത്തും, ഒരു നന്മ രേഖപ്പെടുത്തും. വഹത്ത അൻഹു ബിഹാ ഖതീഅ, അതുവഴി ഒരു പാപം അവനിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വൃദ്ധരോടും മുതിർന്നവരോടും ആർദ്രതയും ബഹുമാനവും കാണിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അത് അല്ലാഹുവിനോടുള്ള ബഹുമാനത്തിന്റെ സൂചകമാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, അല്ലാഹുവിനെ ആദരിക്കുന്നതിന്റെ, അല്ലാഹുവിന് അർഹമായ സ്ഥാനം നൽകുന്നതിന്റെ ഭാഗമാണ് ഇക്റാമദിശ്ശൈബ, നരബാധിച്ചവനെ, വൃദ്ധനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്.
മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ്, ഏതു രീതിയിലാണ് നാം വൃദ്ധജനങ്ങളോട് ബഹുമാനം കാണിക്കേണ്ടത്? അത് വാക്കിലും നോക്കിലും ഇടപാടിലും പല രീതികളിലാവാം. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കലും വാക്കുകൾ ശ്രവിക്കലും അതിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ, നമ്മിലെ കാരണവന്മാരെ, വയസ്സുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവനായ അല്ല, നമ്മളുമായി ബന്ധമുള്ളവനല്ല എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, വയസ്സുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കലും അവർക്കു സേവനം ചെയ്യലും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കലും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കലും വിശുദ്ധ ദീനുൽ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച കർമ്മങ്ങളാണ്. ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മറ്റു അനുചരന്മാരും ഈ വിഷയം വലിയ ഗൗരവത്തോടെ പരിഗണിക്കുന്നവരായിരുന്നു. വയസ്സുകൊണ്ട് മുതിർന്നവരോട് അങ്ങേയറ്റം ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്നവരായിരുന്നു. മുൻകാല പണ്ഡിതന്മാരിൽ ഒരാൾ ഒരു ഗ്രാമം സന്ദർശനം നടത്തുകയുണ്ടായത്രേ. അദ്ദേഹം വൃദ്ധരായ സ്ത്രീജനങ്ങളെ സേവകരോ പരിപാലകരോ ഇല്ലാതെ അവിടെ കണ്ടെത്തിയപ്പോൾ അവർക്ക് സഹായധനം നൽകുകയും ഓരോരുത്തർക്കും വേലക്കാരെ നിയോഗിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. പ്രായം കൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് നാം അവരെ കണ്ടുമുട്ടുമ്പോൾ നാം തന്നെ അവരോട് സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നത്. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുസല്ലിമു സ്വഗീറു അലൽ കബീർ, ചെറിയവർ വലിയവരോട് സലാം പറയണം, അഥവാ സലാം പറഞ്ഞു തുടങ്ങേണ്ടത് ചെറിയവരാണ്. അവരെ ആഗതരാവുന്ന നേരം നല്ല രീതിയിൽ സ്വീകരിക്കണം. ഇരിപ്പിടങ്ങളിൽ അവർക്ക് മുൻഗണന നൽകണം. അവരെ സദസ്സുകളിൽ മുന്നിലിരുത്തണം. അവരുടെ സംസാരം സാഗൂതം ശ്രവിക്കണം. ഒരു ദിവസം വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ 3 സ്വഹാബികൾ ആഗതരാവുകയുണ്ടായി. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് ചെറിയ ആൾ, ഏറ്റവും പ്രായം കൊണ്ട് ചെറിയ ആൾ സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, കബ്ബിർ കബ്ബിർ, അഥവാ നിങ്ങളിൽ വലിയ ആൾ ആദ്യം സംസാരിച്ചു തുടങ്ങട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരിക്കൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അവരോട് ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെയായിരുന്നു ആ ചോദ്യം, ഇന്ന മിനശ് ശജറതി ശജറതൻ മസലുഹാ കമസലിൽ മുസ്ലിം, മുഅ്മിനിന് ഉപമയാക്കാവുന്ന ഒരു മരമുണ്ട്, അഥവാ മുഅ്മിനിനെ പോലെ മുസ്ലിമിനെ പോലെ ആ മരം മുഴുവൻ ആളുകൾക്ക് ഉപകാരമാണ്. മുസ്ലിമും അതുപോലെ ഇതരർക്ക് മുഴുവൻ ഉപകാരമാണ്. ഏതാണ് ആ മരം എന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅറദ്തു അൻ അഖൂല ഹിയ അൻ-നഖ്ല, അതീതപ്പനയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു പോയി. ആ ഉത്തരം എനിക്കറിയാമായിരുന്നു. പക്ഷേ ഫഇദാ അന അസ്ഗറുൽ ഖൗമി ഫസകത്തു, പക്ഷേ ഞാൻ ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ വീക്ഷിച്ചപ്പോൾ അവർ മുഴുവൻ എന്നേക്കാൾ പ്രായം കൊണ്ട് മുതിർന്നവരായിരുന്നു. അതുകൊണ്ട് ഉത്തരമറിഞ്ഞിട്ടുപോലും ഞാൻ മിണ്ടാതിരുന്നു പോയി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നമ്മെ പഠിപ്പിക്കുകയാണ്. സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നത് കാണാം, ലഖദ് കുൻതു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുലാമ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഞാൻ ചെറുപ്പക്കാരനായിരുന്നു. ഫകുൻതു അഹ്ഫളു അൻ, ഞാൻ തിരുനബിയിൽ നിന്ന് ഹദീസുകൾ മനഃപാഠമാക്കാറുണ്ടായിരുന്നു, സംഭവങ്ങൾ ഹൃദിസ്ഥമാക്കാറുണ്ടായിരുന്നു. ഫമാ യംനഉനി മിനൽ ഖൗൽ ഇല്ലാ അന്ന ഹാഹുനാ റിജാലൻ ഹും അസന്നു മിന്നി, പിന്നെയും ഞാൻ ആ ഹദീസുകളെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്, ഞാനത് പറയാതിരിക്കുന്നത് എന്നേക്കാൾ വയസ്സുകൊണ്ട് മൂത്തവർ, പ്രായം കൊണ്ട് മുതിർന്നവർ അവിടെയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് എന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്.
നാം മുതിർന്നവരോട് സംസാരിക്കുവാൻ സമയം കണ്ടെത്തുക എന്നത് അവരോട് നാം ചെയ്യേണ്ട ബാധ്യതയാണ്. നമ്മുടെ സുഖാന്വേഷണങ്ങൾ കൊണ്ട് നാം അവർക്ക് ആശ്വാസം നൽകേണ്ടതുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൊണ്ട് നാം അവരെ വിളിക്കേണ്ടതുണ്ട്. വാക്കിലോ പ്രവൃത്തിയിലോ നാം അവരെ മുൻകടന്നു പോവരുത്. മുഅ്മിനീങ്ങളെ, മുതിർന്നവരോട് ആദരം പ്രകടിപ്പിക്കേണ്ട രൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നാം ചെറുപ്പക്കാർ അവർക്കായി അവരുടെ കാര്യങ്ങൾ വീടുകളിൽ ചെന്ന് നിർവഹിച്ചു നൽകുക എന്നതാണ്. ഉത്തരവാദിത്വങ്ങൾക്കു വേണ്ടി, കർമ്മങ്ങൾക്കു വേണ്ടി ഊരു ചുറ്റേണ്ട ചുറ്റുപാട് വൃദ്ധജനങ്ങൾക്കുണ്ടായിക്കൂടാ. നാം അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കു വേണ്ടി അത് നിവർത്തിച്ചു നൽകണം. ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫത്ഹു മക്കയുടെ ദിവസം തിരുനബിയും അനുചരന്മാരും വിജയശ്രീലാളിതരായി മക്കയിലേക്ക് തിരിച്ചുവന്ന ദിവസം സ്വന്തം പിതാവിനെ ചുമലിലേറ്റി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഹാജരാവുകയുണ്ടായി. ഇതു കണ്ട നേരം വിഷമത്തോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവത്രേ, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാ, ഉപ്പയെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? നാം അവിടെ പോയി ഉപ്പയെ സന്ദർശിക്കുമായിരുന്നല്ലോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവത്രേ. മുഅ്മിനീങ്ങളെ, വയസ്സുകൊണ്ട് മുതിർന്നവർ ആണായാലും പെണ്ണായാലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ആഗതരാവുമ്പോൾ ഇരിപ്പിടങ്ങളിലും അവസരങ്ങളിലും നാം അവർക്ക് മുൻഗണന നൽകണം. ഗോവണികളിലും ലിഫ്റ്റിലും അവരെ നാം പ്രത്യേകം പരിഗണിക്കണം. ഉദാത്തമായ പ്രതിഫലമാണ് ഇത്തരം സൽക്കർമ്മകാരികളെ കാത്തിരിക്കുന്നതെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നു മാത്രമല്ല, ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന നിസ്കാരം പോലും വയസ്സുകൊണ്ട് മുതിർന്നവർക്ക് വേണ്ടി ലഘൂകരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ സ്വല്ലാ അഹദുകും ലിന്നാസ്, നിങ്ങളിൽ ആരെങ്കിലും ജനങ്ങൾക്കു വേണ്ടി ഇമാമായി നിന്ന് നിസ്കരിക്കുന്നുവെങ്കിൽ ഫൽയുഖഫിഫ്, അവൻ നിസ്കാരം ദീർഘിപ്പിക്കാതിരിക്കട്ടെ, ലഘൂകരിച്ചു കൊള്ളട്ടെ. കാരണം ഫഇന്ന മിൻഹുമുൽ ദഈഫ്, കാരണം അവരിൽ ബലഹീനരുണ്ടാവാം, വസ്സഖീം, രോഗികളുണ്ടാവാം, വൽ കബീർ, വൃദ്ധന്മാരുമുണ്ടാവാം. അതുകൊണ്ട് ദീർഘമായി നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹത്തായ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി മുസ്ലിം പണ്ഡിതന്മാർ ജീവിച്ചു വന്നത്. അതുകൊണ്ടുതന്നെ വിശുദ്ധ ഹദീസിന്റെയോ മറ്റോ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അവയിലെല്ലാം വയസ്സുകൊണ്ട് മുതിർന്നവരുടെ അവകാശങ്ങളും അവരോട് പുലർത്തേണ്ട പെരുമാറ്റ രീതികളും പ്രതിപാദിക്കുന്ന ധാരാളം അധ്യായങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ നമുക്ക് കണ്ടെത്താനാവും. പണ്ഡിതന്മാരിൽ ഒരാൾ ഇങ്ങനെ പറയുന്നു, മൻ മശാ മഅ ഇൻസാനിൻ ഫഇൻ കാന അക്ബറ മിൻഹു വഅഅലം, നിങ്ങളിൽ ആരെങ്കിലും ഒരാളോടുകൂടെ നടന്നു പോകുന്നുവെങ്കിൽ ആ ആൾ നിങ്ങളെക്കാൾ പ്രായം കൊണ്ട് മുതിർന്നവനും വിവരമുള്ളവനുമാണെങ്കിൽ മശാ അൻ യമീനിഹി, അവന്റെ വലതുഭാഗത്തു മാത്രം സഞ്ചരിക്കട്ടെ. യുഖീമുഹു മഖാമൽ ഇമാമി ഫിസ്സലാഹ്, നിസ്കാരത്തിൽ ഇമാമ് നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ അദ്ദേഹത്തെ മുന്നിലാക്കി വലതുഭാഗത്ത് ഇദ്ദേഹം നടന്നുകൊള്ളട്ടെ. ഇനി വയസ്സുകൊണ്ട് മുതിർന്നയാളുടെ കൂടെയുള്ളത് ഒരു വിഭാഗം ആളുകളാണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് പിന്നിൽ സഞ്ചരിച്ചു കൊള്ളട്ടെ എന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മുതിർന്നവരെ ബഹുമാനിക്കലും അവരെ ആദരിക്കലും ഏറെ വിശിഷ്ടമായ സ്വഭാവ ഗുണമാണ്. നാം അഭിമാനം കൊള്ളുന്ന ഭൂതകാലവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലവും നമുക്ക് തീർത്തു തന്നത് അവരാണ്. അവര് നമ്മോട് ചെയ്ത നന്മയ്ക്ക് അത് തിരിച്ചു നൽകാൻ നാം സന്നദ്ധരാവേണ്ടതുണ്ട്. ഖുർആൻ ചോദിക്കുന്നത് പോലെ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? വരും തലമുറക്കായി കഠിനാധ്വാനം ചെയ്ത് ജീവിതം സമർപ്പിച്ചവരാണവർ. നമുക്കവരോടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറെ വലുതാണ്. അത് ഖുർആൻ നിർദ്ദേശിച്ച ഉത്തരവാദിത്വങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ബാധ്യതകളാണ്. അതുകൊണ്ട് വയസ്സുകൊണ്ട് മുതിർന്നവരോട് കൂടെയിരിക്കുവാനും അവരുടെ ഓർമ്മകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും
അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഊർജം നേടാനും അവരുടെ വാക്കുകൾ ശ്രവിക്കുവാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലെ മുതിർന്നവരോടുകൂടെ സമയം ചെലവഴിക്കുവാൻ നാം പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ മുൻതലമുറകളെ ബഹുമാനിക്കുന്ന, പ്രായം കൊണ്ട് മുതിർന്നവരെ ആദരിക്കുന്ന തലമുറകൾ ഇവിടെ ഉടലെടുക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ പരസ്പര ബഹുമാനവും ആദരവും അങ്ങനെ നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.